സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ബ്രിക്സിന്റെ ടെക്നിക്കൽ ടേംസിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചത്. അപ്പോൾ നമുക്ക് മൊത്തം അതിനകത്ത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ബാക്കി നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്ലോസർ എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ക്ലോസർ? എ പീസ് ഓഫ് ബ്രിക്ക്, ഒരു ബ്രിക്കിന്റെ പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട്. നമ്മൾ എങ്ങനെയുള്ള പീസിനെയാണ്? അത് ലെങ്ത് വൈസിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ പീസിനെയാണ് എന്ത് പറയുന്നത്? ക്ലോസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം, ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ആ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യൂൻ ക്ലോസർ എന്താണെന്ന് നോക്കാം. എന്താണ് ക്യൂൻ ക്ലോസർ? A brick cut longitudinally into two equal parts. അപ്പം ഇതിനകത്ത് ഈക്വൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രിക്കിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് ഈ ലെങ്ത് ബേസിൽ കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഈക്വൽ പോർഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ശരിക്കും ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ബ്രിക്കാണ്. നമ്മൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം? കറക്റ്റ് ഇതിന്റെ ഈ ഹെഡറിന്റെ പകുതി, ഇത് ഈ ഹെഡർ ഇതിന്റെ പകുതി, അതേപോലെ ഇത് സ്ട്രക്ചർ ആണല്ലോ. ഈ സ്ട്രക്ചറിന്റെ പകുതി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനെ നമുക്ക് എന്താ പറയുന്നത്? ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് ക്യൂൻ ക്ലോസർ ഹാഫ്. അത് നമുക്ക് ആ പേര് തന്നെ അറിയാം. എന്താണ് ക്യൂൻ ക്ലോസർ ഹാഫ്? ക്യൂൻ ക്ലോസറിന്റെ പകുതി, അതാണ് ക്യൂൻ ക്ലോസർ ഹാഫ്. അപ്പൊ ഇത് നമുക്ക് ക്യൂൻ ക്ലോസർ ആണല്ലോ. നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമല്ലേ ഇത്. ഇപ്പൊ നമുക്ക് ഇത്രയുമാണ് ബ്രിക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത്. ഇതൊരു ക്യൂൻ ക്ലോസർ. അപ്പൊ ഇതിന്റെ ഹാഫ് പോർഷൻ, അപ്പൊ ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ. ഈ പോർഷനെ നമ്മൾ എന്താ പറയുന്നത്? ക്യൂൻ ക്ലോസർ ഹാഫ് എന്ന് പറയുന്നത്. അതായത് ഹാഫ് ഓഫ് ക്യൂൻ ക്ലോസർ. ക്യൂൻ ക്ലോസറിന്റെ ഹാഫിനെയാണ് പറയുന്നത് ക്യൂൻ ക്ലോസർ ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് കിങ് ക്ലോസർ. എന്താണ് കിങ് ക്ലോസർ? കട്ട് ട്രയാങ്കുലർ പോർഷൻ ഓഫ് ബ്രിക്ക് സച്ച് ദാറ്റ് ഹാഫ് ഹെഡർ ആൻഡ് ഹാഫ് സ്ട്രക്ചർ. അതായത് നമ്മളൊരു ബ്രിക്കിനെ കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഹാഫ് ഹെഡർ, ഈ ഹെഡറിന്റെ പകുതിയും ഈ സ്ട്രക്ചറിന്റെ പകുതി, ഇതാണല്ലോ പകുതി. അപ്പം ഈ സ്ട്രക്ചറിന്റെ പകുതി അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ട്രയാങ്കുലർ പോർഷനെയാണ് എന്ത് പറയുന്നത്? നമുക്ക് എന്ത് പറയാൻ? കിങ് ക്ലോസർ എന്ന് പറയാം. എന്താണ്? കട്ട് ട്രയാങ്കുലർ പോർഷൻ ഓഫ് ബ്രിക്ക് സച്ച് ദാറ്റ് ഹാഫ് ഹെഡർ ആൻഡ് ഹാഫ് സ്ട്രക്ചർ. ഹെഡറിന്റെ പകുതിയും സ്ട്രക്ചറിന്റെ പകുതിയും. അപ്പൊ ഹെഡറിന്റെ പകുതി നമുക്ക് എങ്ങനെ പറയാം? ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതിനെ നമുക്ക് b/2 എന്ന് പറയാമല്ലോ. ഇതിപ്പോ ലെങ്ത് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് l/2 എന്ന് പറയാമല്ലോ. അപ്പൊ അതാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ കറക്റ്റ് ഓർമ്മയില്ലെങ്കിൽ തന്നെ b/2 l/2 എന്ന് ഓർത്ത് കഴിഞ്ഞാൽ കിങ് ക്ലോസർ എന്താണെന്ന് കിട്ടും. അടുത്ത ബെബിൾഡ് ക്ലോസർ. എന്താണ് ബെബിൾഡ് ക്ലോസർ? ഹാഫ് ഹെഡർ ആൻഡ് ഫുൾ സ്ട്രക്ചർ. ഒരു ബ്രിക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഹാഫ് ഹെഡറും അതിന്റെ ഫുൾ സ്ട്രക്ചർ പോർഷനും വരുന്നതിന് എന്ത് പറയുന്നത്? ബെബിൾഡ് ക്ലോസർ. അതിപ്പോ എങ്ങനെ നമുക്ക് എടുക്കാം? ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു ബ്രിക്ക് ആണെങ്കിൽ ഹാഫ് ഹെഡർ, ഇതാണല്ലോ ഹാഫ് ഹെഡർ. ഫുൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിന്റെ ഫുൾ പോർഷൻ നമ്മൾ എടുക്കണം. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാ എന്ത് പറയുന്നത്? ബെബിൾഡ് ക്ലോസർ. അതായത് ഹാഫ് ഹെഡറും ഫുൾ സ്ട്രക്ചറും, അതിനെയാണ് എന്ത് പറയുന്നത്? ബെബിൾഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അപ്പൊ അടുത്തത് മിഡ്ട്രൈഡ് ക്ലോസർ. മിഡ്ട്രൈഡ് ക്ലോസർ എന്താ? കട്ട് ഇൻറ്റു 45 ഡിഗ്രി ടു 60 ഡിഗ്രി. അപ്പൊ നമ്മളൊരു ബ്രിക്കിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഹെഡർ മൊത്തത്തിൽ തന്നെ വേണം. ഹെഡർ മൊത്തം കാണും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടിത് ഈ വരുന്ന ഒരു ആംഗിൾ വരുമല്ലോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു ആംഗിൾ, ഈ ആംഗിൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 45 ഡിഗ്രി ടു 60 ഡിഗ്രി വരെ ആയിരിക്കും ഈ ഒരു ആംഗിൾ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? മിഡ്ട്രൈഡ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പൊ മിഡ്ട്രൈഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് ഏത് ഇതിലും കട്ട് ചെയ്യാം. അപ്പൊ എത്ര ആയിരിക്കണം ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്? 45 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ നമുക്ക് അവിടെ വരാം. അടുത്തെന്ന് പറഞ്ഞാൽ ബാറ്റ്. ബാറ്റ് ദ പീസ് ഓഫ് ബ്രിക്ക് വിച്ച് കട്ട് ഇൻടു ദ ക്രോസ് സെക്ഷൻ. നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ക്ലോസർ പറഞ്ഞു. അത് എങ്ങനെയാ? അത് ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ലെങ്ത് ബേസിൽ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നമ്മൾ ക്രോസ് സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് ബാറ്റ് എന്ന് പറയുന്നത്. പീസ് ഓഫ് ബ്രിക്ക്, എങ്ങനെ നമ്മളൊരു പീസ് ഓഫ് ബ്രിക്ക് എടുത്താലും അതായത് ക്രോസ് ആയിട്ട് ഇങ്ങനെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് അതായത് എന്ത് പറയുന്നത്? ബാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെന്താണ്? നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹാഫ് ബാറ്റ്. അപ്പൊ ബാറ്റ് അറിയാമെങ്കിൽ ഹാഫ് ബാറ്റ് നമുക്ക് എങ്ങനെ പറയാം? കട്ട് ക്രോസ് സെക്ഷൻ ഇൻ 2 ഈക്വൽ പാർട്സ്. അപ്പൊ ക്രോസ് സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം? 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കട്ട് ചെയ്യാം? അപ്പൊ
അപ്പൊ ഇതിപ്പം നമ്മൾ ഒരു ബ്രിക്കാണ്, ഇതിന്റെ കറക്റ്റ് ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ്, അതായത് ഇതിന്റെ പകുതി കറക്റ്റ് നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് എന്ത് പറയുന്നത്? ഹാഫ് ബാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്? ക്രോസ് സെക്ഷൻ ആയിട്ടാണ്. അത് ഇമ്പോർട്ടന്റ്. ക്രോസ് സെക്ഷനിൽ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് എന്ത് പറയുന്നത്? ഹാഫ് ബാറ്റ്. അടുത്തത് ക്വാർട്ടർ ബാറ്റ്. എന്താ ക്വാർട്ടർ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 3/4 അല്ലെ, മുക്കാൽ ഭാഗം. അതായത് നമുക്ക് 3/4 എന്ന് പറയാം ക്വാർട്ടർ. അപ്പൊ നമുക്കൊരു ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ 3/4 ലെങ്ത്. അപ്പൊ അതിന്റെ ഒരു ബ്രിക്കിന്റെ 3/4 ലെങ്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ക്വാർട്ടർ ബാറ്റ് എന്ന് പറയാം. ക്രോസ് സെക്ഷനിൽ ഇൻറ്റു 3/4 ലെങ്ത്. അതിന്റെ 3/4 ലെങ്ത് ആയിട്ട് മുറിച്ച് മാറ്റുന്നതിന് എന്ത് പറയുന്നത്? ക്വാർട്ടർ ബാറ്റ് എന്ന് പറയുന്നത്. അടുത്ത റേക്കിംഗ് ബാക്ക്. എന്താ റേക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ? ടെർമിനേഷൻ ഓഫ് വാൾ ടു സ്റ്റെപ്ഡ് ഫാഷൻ. നമുക്കിപ്പോൾ ഒരു വാൾ നമ്മളിങ്ങനെ കെട്ടി നിർത്തേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ, അതായത് സ്റ്റെപ്ഡ് ഫാഷനിൽ കെട്ടി നിർത്തും. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ വർക്കൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേക്കിംഗ് ബാക്ക് കൊടുക്കുന്നത്. അപ്പോൾ റേക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിവുകയാണെങ്കിൽ കിടക്കും, സ്റ്റെപ്പായിട്ട് അത് കിടക്കുന്നത്. ടെർമിനേഷൻ ഓഫ് വാൾ ടു സ്റ്റെപ്ഡ് ഫാഷൻ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റേക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയായിരുന്നു ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തത് ഇതെല്ലാം ഓർമ്മയിൽ തന്നെ വെച്ചേക്കണം. തിരിഞ്ഞു പോയാൽ നമുക്ക് ഞാൻ മെയിനായിട്ട് പിന്നെയും പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ഫിഗർ വരച്ച് തന്നെ പഠിക്കാൻ നമുക്ക് തെറ്റത്തില്ല. അത് കാരണം എല്ലാവരും പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റുവന്റ് ഓഫ് ബ്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് ഉണ്ട്. നമുക്ക് ഇനി അത് നോക്കാം എന്താണെന്ന്. അപ്പൊ അടുത്തത് നമുക്ക് കോൺസ്റ്റുവന്റ് ഓഫ് ബ്രിക്ക്. കോൺസ്റ്റുവന്റ് ഓഫ് ബ്രിക്ക് എന്നോ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ബ്രിക്ക് എന്നോ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ എന്താണ് കോൺസ്റ്റുവന്റ് ഓഫ് ബ്രിക്ക്? നമുക്കൊരു ബ്രിക്കിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 5 ഇൻഗ്രീഡിയൻസ്, 5 അല്ല ആക്ച്വലി നമുക്ക് കൂടുതലുണ്ട്. പല ബുക്സിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന 5 ഇൻഗ്രീഡിയൻസേ പഠിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. അതിന് നമുക്കിപ്പോൾ ഒരു എളുപ്പമാർഗമുണ്ട്. നമുക്ക് തന്നെ ഒരു പേരിന്റെ രൂപത്തിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഇതെന്താണ്? സലീം. ഇതൊരു പേരാണല്ലോ. അപ്പൊ നമുക്ക് ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടും. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിക്ക. എന്താണ്? സിലിക്ക. എ എന്താണ്? അലൂമിന. എൽ എന്താ? ലൈം. അയൺ ഓക്സൈഡ്, ഓക്സൈഡ് ഓഫ് അയൺ. ഇത് എം മെഗ്നീഷ്യം. അപ്പൊ നമുക്ക് ഈ 5 ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെയിനുള്ള നമുക്ക് ഇത് പഠിക്കാം. സിലിക്ക, അലൂമിന, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മെഗ്നീഷ്യം. ഇത് നമുക്കിനി ഓരോന്നും നമുക്ക് പഠിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഏതാ? സിലിക്ക എന്താണെന്ന് നോക്കാം. അപ്പൊ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഇറ്റ്സ് ഫ്രീ ഓർ കമ്പൈൻ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വെച്ചാൽ അതിന്റെ സിലിക്ക രൂപത്തിൽ തന്നെ കാണാം, അല്ലെങ്കിൽ ഈ ക്ലേക്കകത്ത് തന്നെ കമ്പൈൻ ആയിട്ട് നമുക്ക് എന്തിനും കാണാം? സിലിക്ക കാണാം. ഓക്കെ, അത് ഏതിനായിട്ട്? ക്ലേക്കകത്താണ്. ഫ്രീ ഓർ കമ്പൈൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 50 to 60%. ഇത് എത്രയായിരിക്കും ഇതിനകത്തുള്ളത്? 50 മുതൽ 50% മുതൽ 60% വരെ ഏത് കാണും? സിലിക്ക നമുക്ക് ആ ബ്രിക്കിനകത്ത് കാണും. പ്രിൻസിപ്പൽ കോൺസ്റ്റുവന്റ് ആണിത്. ഇതൊരു പ്രിൻസിപ്പൽ കോൺസ്റ്റുവന്റ് ആണ്. പിന്നെന്താ? പ്രിവെന്റ് ക്രാക്കിംഗ്, ഷ്രിങ്കിങ് ആൻഡ് വാർപ്പിംഗ് ഓഫ് റോ ബ്രിക്സ്. അതായത് റോ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മോൾഡ് ചെയ്യുന്ന ആ രൂപത്തെ റോ ബ്രിക്സ് എന്ന് പറയുന്നത്. അലൂമിന. അലൂമിന ഒരു മെയിൻ കോൺസ്റ്റുവന്റ് ആണ്. നമ്മുടെ ബ്രിക്കിനകത്തുള്ള ഒരു മെയിൻ കോൺസ്റ്റുവന്റ് ആണ് അലൂമിന എന്ന് പറയുന്നത്. അത് എത്ര പെർസെന്റേജ് അടങ്ങിയിട്ടുള്ളത്? 20 to 30% ആണ് അലൂമിന. സിലിക്കയുടെ പെർസെന്റ് പഠിച്ചു. അപ്പം ഇതെത്ര? 20 to 30%. ഇറ്റ് ഇംപാർട്സ് പ്ലാസ്റ്റിസിറ്റി. അപ്പൊ ഇത് എന്താ പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു ഗുണം ചെയ്യുന്ന പ്ലാസ്റ്റിറ്റി? നമുക്ക് ബ്രിക്ക് മോൾഡ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിറ്റി ആണ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രിക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് ഇംപാർട്സ് പ്ലാസ്റ്റിസിറ്റി. അടുത്തത് മൗൾഡിങ് ഈസിലി. അപ്പൊ ഇതിനകത്ത് പ്ലാസ്റ്റിറ്റി ഉണ്ടാകുമ്പോൾ എന്താവും? നമുക്ക് മൗൾഡ് ചെയ്യാനായിട്ട് കുറച്ച് ഈസിലി ആയിട്ട് പറ്റും. അപ്പൊ അതാണ് ഇംപാർട്സ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് മൗൾഡിങ് ഈസിലി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അലൂമിന കറക്റ്റ് അളവിൽ ഉള്ളപ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഇനി അത് നമുക്ക് എക്സസ് ആയി എന്താ സംഭവിക്കുന്നത്? ബേൺ. ഇത് ബേൺ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? നല്ല ഹാർഡായിട്ട് മാറും. നമുക്കിത് ബേൺ ചെയ്യുന്ന സമയത്ത് ഹാർഡായി പോകും, ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ. അടുത്ത് പറഞ്ഞാൽ ടു ഹാർഡ് ബേൺ ബേണിങ്. അത് തന്നെ സെയിം തന്നെ, ബേൺ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ക്രാക്കിംഗ് ആൻഡ് വാർപ്പിംഗ് ഓൺ ഡ്രൈങ് ടൈം. അപ്പൊ എന്താ? ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രൈ ഉണക്കാൻ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് വീഴും? വിള്ളലും വീഴും. അതുപോലെ തന്നെ വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇത് ഒരു ഇറഗുലർ ഷേപ്പായി മാറും. ഇതൊരു പുളഞ്ഞു പോകാന്നൊക്കെ പറയും മലയാളത്തിൽ. അതൊരു ഇറഗുലർ ഷേപ്പായിട്ട് മാറും. കറക്റ്റ്
ഷേപ്പ്ലെസ് ആയി പോകും. അതാണ് ക്രാക്കിംഗ് ആൻഡ് വാർപ്പിംഗ് ഓൺ ഡ്രൈയിങ് ടൈം. അപ്പം ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് നോക്കാം. മെയിൻ കോൺസ്റ്റുവന്റ് ആണ്, 20 to 30% ആണ്. ഇതെന്താണ്, പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ഇമ്പാർട്സ് പ്ലാസ്റ്റിസിറ്റി, സോ ഇറ്റ് ക്യാൻ മോൾഡ് ഈസിലി. ഇത് ഇഫ് ഇറ്റ് ഈസ് എക്സസ്, ഇതെന്താണ്, ബേൺ ചെയ്യുന്ന സമയത്ത് ടു ഹാർഡ് ബേൺ ബേണിംഗ്, ദെൻ ക്രാക്കിംഗ് ആൻഡ് വാർപ്പിംഗ് ഓൺ ദ ഡ്രൈയിങ് ടൈം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് പഠിച്ചു, അതെന്താണ് സിലിക്ക. എ പഠിച്ചു, അലൂമിന. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലൈം എന്താണെന്ന് നോക്കാം. ഇപ്പൊ ലൈം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇതിനകത്തുള്ളൂ. എത്ര, വെരി സ്മോൾ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, എത്ര, ലെസ് ദാൻ 5% ഉള്ളൂ. അതാ പറഞ്ഞത്, സ്മോൾ ക്വാണ്ടിറ്റി ആണ്, ലെസ് ദാൻ 5%. നമുക്ക് അലൂമിനിയം സിലിക്കയൊക്കെ 50 to 60 ഉണ്ട്, 20 to 30% ഉണ്ട്. പക്ഷേ ലൈം വരുമ്പോൾ ലെസ് ദാൻ 5% ഉള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണം എന്താ, പ്രിവെന്റ് ഷ്രിങ്കേജ് ഓഫ് റോ ബ്രിക്സ്. അപ്പൊ റോ ബ്രിക്സിന് എന്തിന് ഹെൽപ്പ് ചെയ്യും, ഷ്രിങ്കേജിനകത്ത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും, ഈ ലൈം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പം ആ ഷ്രിങ്കേജിനകത്ത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏത്, ലൈം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് കൂടുതലാകുമ്പോൾ എന്താ വരുന്നത്, മെൽറ്റഡ് ഡ്യൂറിങ് ബേണിംഗ്. നമ്മളിത് ബേൺ ചെയ്യുന്ന സമയത്ത് ഇത് മെൽറ്റ് ആയി പോകും. അതായത് നമുക്ക് ഇത് അലിഞ്ഞു പോകാനുള്ള, നമുക്ക് ഈ ഇത് ചെളി ഇതെല്ലാം മാറി മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. മെൽറ്റ് ഡ്യൂറിങ് ബേണിംഗ്. അപ്പൊ ഇത് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, സ്മോൾ ക്വാണ്ടിറ്റി ഉള്ളൂ, ലെസ് ദാൻ 5% ആണ്, പ്രിവെന്റ് ഷ്രിങ്കേജ് ഓഫ് റോ ബ്രിക്സ്, ഇഫ് ഇറ്റ് ഈസ് എക്സസ്, മെൽറ്റ് ഡ്യൂറിങ് ബേണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട, ഇതിനകത്ത് എത്ര പെർസെന്റേജ് ഉള്ളത്, ലെസ് ദാൻ 5% എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിപ്പോ എല്ല് പഠിച്ചു. അടുത്ത എന്താണ്, അയൺ എന്ന് പറഞ്ഞാൽ അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഓക്സൈഡ് ഓഫ് അയൺ. ഇനി നമുക്ക് അത് നോക്കാം എന്താണെന്ന്. ഇതുണ്ടെന്താ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ട് റെഡ് കളർ ടു ബ്രിക്ക്. നമ്മുടെ ബ്രിക്കിന് റെഡ് കളർ കൊടുക്കുന്ന ഏതാണ്, ഈ അയൺ ഓക്സൈഡ് ആണ്. നമുക്കറിയാം നമ്മുടെ ബ്രിക്കിന്റെ കളർ എന്താണ്, ഒരു റെഡിഷ് കളർ. അപ്പം ആ കളർ കൊടുക്കുന്നത് ഏതാ, ഈ അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര പെർസെന്റേജ് ഉണ്ട്, 5 to 6% ആണ് അയൺ ഓക്സൈഡ് ഉള്ളത്. എത്രയാണുള്ളത്, 5 to 6%. അടുത്തത്, ഇത് എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് വരും, ഈ അയൺ ഓക്സൈഡ് എക്സസ് ആകുമ്പോൾ ഏത് കളറായിട്ട് മാറും, ഡാർക്ക് ബ്ലൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറും. അപ്പൊ ഇത് എക്സസ് ആകുമ്പോൾ ഉണ്ടാകുന്ന കളർ ഏതൊക്കെയാണ്, ഡാർക്ക് ബ്ലൂ ഓർ ബ്ലാക്കിഷ്, അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോയിഷ് കളറായിട്ട് മാറും. ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ തന്നെ നിൽക്കും. അതാണ് നമ്മുടെ ബ്രിക്കിന് കളർ കൊടുക്കുന്ന ഏതാണ്, അയൺ ഓക്സൈഡ് ആണ്. അത് PSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക്, ഇപ്പൊ നമ്മൾ അയൺ ഓക്സൈഡ് പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് വണ് മെഗ്നീഷ്യ ആണ്. മെഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ വെരി ലെസ് ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പൊ എത്ര, ലെസ് ദാൻ 2% മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഈ മെഗ്നീഷ്യ വരുന്നുള്ളൂ. അതുപോലെ ഡിക്രീസ് ഷ്രിങ്കേജ്. ഇത് എന്തിനെ സഹായിക്കുന്നു, ഷ്രിങ്കേജ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. ഏതാണ്, മെഗ്നീഷ്യ ഡിക്രീസ് ഷ്രിങ്കേജ്. ഇഫ് ഇറ്റ് ഈസ് എക്സ്, ഇത് എക്സസ് ആയി കഴിയുമ്പോൾ എന്താ വരുന്നത്, ഡീകേ ഓഫ് ബ്രിക്ക് എന്ത് ചെയ്യും, നമുക്ക് കേടുപാട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കേടുള്ള ബ്രിക്കായിട്ട് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് മൊത്തത്തിൽ പ്രശ്നം വരും. അത് കാരണം ഇത് മെഗ്നീഷ്യ എക്സസ് ആയി കഴിയുമ്പം ഡീകേ ഓഫ് ബ്രിക്കാണ്. അപ്പം നമ്മളിപ്പം ഇത് മൊത്തം പഠിച്ചു. ഇത് മെഗ്നീഷ്യം പഠിച്ചു, സെലിം എന്നുള്ള, അതായത് ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്കാണ്. എത്ര എണ്ണം ഉണ്ട്, നമുക്ക് 5 ഇൻഗ്രീഡിയൻ്റ് ആണുള്ളത്. എന്തൊക്കെയാണ്, സിലിക്ക, അലുമിനിയം, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മെഗ്നീഷ്യം. അപ്പം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അത് കാരണം ഇതെല്ലാവരും നല്ലപോലെ തന്നെ പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് ഞാൻ ഇതിൻ്റെ ടേബിൾ പറഞ്ഞു തരാം. ഇപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. സിലിക്ക എത്ര പെർസെൻറ്റേജാണ്, 50 to 60%. അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം. അലൂമിന 20 to 30%. ഇതിപ്പോൾ ഓർത്തിരിക്കാനായിട്ട് 60യുടെ ഹാഫ് വരും, 30. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി, 20 to 30%. ലൈം എന്ന് പറഞ്ഞാൽ എത്ര, ലെസ് ദാൻ 5%. അപ്പോൾ ഇത് ഓർത്തിരിക്കാനൊരു മാർഗമുണ്ട്. ലൈമിന് നമ്മൾ എല്ലെന്നാണല്ലോ എഴുതുന്നത്, അതുപോലെ ലെസ് ദാൻ 5%. കണ്ടോ, ലെസ് ദാൻ 5%. ഇനി അയൺ ഓക്സൈഡ് 5 to 6%. അടുത്തത് മെഗ്നീഷ്യ ലെസ് ദാൻ 2%. ഇതെല്ലാം ഇത് ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഇത് പഠിച്ചു വെക്കുക. നമുക്ക് നമ്മുടെ ബ്രിക്കിൻ്റെ ടെക്നിക്കൽ ടേംസ് കഴിഞ്ഞു. അടുത്തത് ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്സ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രിക്ക് മേസണിനെ കുറിച്ച് പഠിക്കാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കുറേ ഉണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് അടുത്ത ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ നോക്കാം. അതേപോലെ നമുക്ക് ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേര് സിവിൽ സ്ക്രീൻ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം.
എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.